അധ്യാപകരുടെ പാദപൂജ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളുകൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവും എന്നുള്ളൊരു വിവാദമായ പ്രസ്താവന ഉണ്ടായില്ലേ? കഴിഞ്ഞ ജൂണിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടു കേട്ടോ. എനിക്കറിയാം അവർ സ്കൂൾ ബസ്സിലാണ് ദിവസവും സ്കൂളിൽ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, എന്താ ഇപ്പം ഇവിടെ നിൽക്കുന്നത്, സ്കൂൾ ബസ്സിൽ എന്താ പോകാത്തതെന്ന്. അപ്പോൾ അതിനവർ പറഞ്ഞ മറുപടിയാണ്, സ്കൂൾ ബസ്സിലെ കുട്ടികളുടെ പാരൻസിനൊരു പരാതി, ഫീസ് ഒന്നും കൊടുക്കാത്ത ടീച്ചേഴ്സ് ഇരിക്കുന്നത് കൊണ്ട് ഫീസ് കൊടുത്തു പോകുന്ന കുട്ടികൾക്ക് നിന്ന് പോകേണ്ടി വരുന്നു. നമ്മളൊരു കാര്യം ആലോചിക്കണം, ഈ കുട്ടികൾക്ക് വേണ്ടി എത്രയോ മണിക്കൂറുകളും നിന്ന് പഠിപ്പിക്കുന്നവരാണ് ഈ അധ്യാപകർ. ഇനി നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള പാരൻസ് ബസ്സിൽ പോകുമ്പം ഏതെങ്കിലും ഒരു ഗർഭിണി അല്ലെങ്കിൽ ഒരു വയസ്സായവർ, ഒന്ന് തീരെ പറ്റാത്തവരൊക്കെ വന്ന് നിൽക്കുമ്പം ഈ കുട്ടികൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക, എന്ത് പിള്ളേരാണിതെന്നല്ലേ? പക്ഷെ ഒന്ന് ആലോചിക്കണം, നമ്മൾ നേരത്തെ വളർത്തി വിട്ട സമൂഹത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇവർ. അവരും ടിക്കറ്റ് എടുത്ത് തന്നെയല്ലേ ബസ്സിൽ കയറിയിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, കാല് കഴുകലും വെള്ളം കൂടി ഒന്നും ആവശ്യമില്ല. മുതിർന്നവർക്ക് സ്നേഹം, പരിഗണന, ആദരവ് ഇതൊക്കെ അവർ അർഹിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ വളർത്തിവിട്ട നമ്മൾ തന്നെയല്ലേ തെറ്റുകാർ. ഈ ഒരു ചൊല്ലുണ്ട് സംസ്കൃതത്തിൽ, വൃദ്ധസേവാ സമ്പ്രദായ എന്ന്. അതായത് സെർവിങ് ദ എൽഡേഴ്സ് ലീഡ്സ് ടു പ്രോസ്പെരിറ്റി. ഇത് മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല.